തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികൾക്കിത് ചില്ലറ തലവേദനയല്ല. ഒരുപക്ഷെ കേരളം ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിട്ടില്ലാത്ത വിധം ട്വിസ്റ്റോട് ട്വിസ്റ്റ്. പ്രതിപക്ഷ നേതാവ് മുൻപ് പറഞ്ഞ വിസ്മയങ്ങൾ LDFിലും UDFിലും ഇപ്പോൾ മാറി മാറി സംഭവിക്കുകയാണ്. ചിലർ വരുന്നു, പോകുന്നു, സ്ഥാനാർത്ഥിയാകുന്നു, അങ്ങനെ ആകെ മൊത്തം ബഹളഭയം. ഏതായാലും സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ബാക്കിയുണ്ടാകും എന്ന് നമുക്ക് കാണാം. ഏതായാലും ഇത്തവണ മുന്നണികളെ വെട്ടിലാക്കിയ പുകഞ്ഞ കൊള്ളികൾ ആരൊക്കെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. കെ സുധാകരൻ. ഒരുപക്ഷെ ഇത്തവണ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞ പേര് അത് കെ സുധാകരന്റേത് തന്നെയാണ്. കണ്ണൂർ സീറ്റിൽ താൻ മത്സരിക്കുമെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുത് എന്ന് നേതൃത്വം നേരത്തെ എല്ലാ നേതാക്കളോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സുധാകരൻ മറികടന്നു. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ കണ്ണൂർ സീറ്റ് തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നായിരുന്നു സുധാകരന്റെ വാദം. പക്ഷേ ഇത്തവണ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന കർശന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് പോയി. ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന് ഖാർഗെ നിലപാടെടുത്തു. പാർട്ടി പച്ചക്കൊടി കാണിക്കും മുമ്പ് കേരള ഹൌസിൽ നിന്ന് NOC വാങ്ങി സുധാകരൻ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ സുധാകരന്റെ സമ്പർദ്ദ തന്ത്രമായിരിക്കാം ഇത് എന്നാണ് വിലയിരുത്തുന്നത്. ഇന്നിപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. സ്വതന്ത്രമായി മത്സരിക്കില്ല, താൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടി പറഞ്ഞാൽ മാത്രം മത്സരിക്കും എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നു. ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരിക്കുകയാണല്ലോ. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിന്റെ അകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, അങ്ങനെയൊന്നില്ല. ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരുടെയും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരുടെയും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഇനി D ധനസ് മോദി കൂടി ചേർന്നുണ്ട് എന്നോടൊപ്പം. ധനസ് മോദി കേൾക്കാമെങ്കിൽ നോക്കൂ, എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചനകളൊക്കെ നൽകിയ കെ സുധാകരൻ ഇപ്പോൾ നിലപാട് മയപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന് കാരണം, ഇപ്പോൾ അതിവേഗം ഒരു മാറ്റത്തിന് കാരണം? അനീഷ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 110% മത്സരിക്കും എന്ന് 3 തവണയാണ് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ഈ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വലിയ തരത്തിൽ അസ്വസ്ഥനായിരുന്നു. മാത്രമല്ല, ഈ നേതാക്കന്മാർ വന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് തന്നെ ഈ ലോക്സഭാ അംഗങ്ങൾ മത്സരിക്കേണ്ട കാര്യമില്ല, ആ തരത്തിലുള്ള ഒരു തീരുമാനമല്ല എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ലോക്സഭാംഗങ്ങൾ MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം അംഗീകരിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ അദ്ദേഹം തുടക്കം മുതൽ തന്നെ തയ്യാറായിരുന്നില്ല. കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് KPCC അധ്യക്ഷ പദം ഒഴിഞ്ഞ സമയത്ത് താൻ ഈ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ള ആവശ്യം മല്ലികാർജ്ജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുമ്പാകെ വെച്ചിരുന്നു. അവർ സമ്മതിച്ചിരുന്നു എന്നാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. മാത്രമല്ല, അദ്ദേഹം 2 തവണയാണ് ഇന്നലെയും ഇന്നും വാർത്താ സമ്മേളനം വിളിച്ചത്. കേരള ഹൗസിൽ വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള NOC പൈസ അടച്ച് NOC സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന് വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം തന്നെയായിരുന്നു അദ്ദേഹത്തിന് മാത്രമായി ഒരു ഇളവ് കൊടുക്കണമെന്ന്. ഇന്നും അദ്ദേഹം വാർത്താമാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനെ വിളിക്കുകയും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും, ഹൈക്കമാൻഡുമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ AK ആന്റണിയാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ആദ്യം പ്രതികരിക്കേണ്ടെന്ന നിലപാടിലേക്ക് പോയിരുന്നത്. പിന്നീടാണ് അദ്ദേഹം ഗ്ലാസ് താത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു.
അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താണ് ആ ഒരു മാറ്റത്തിന്? അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക, രണ്ടാം ഘട്ട പട്ടിക ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സ്ഥാനാർത്ഥി വാഗ്ദാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ അനുഭാവികളുമായ ആളുകൾ നമ്മോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധാകരേട്ടൻ വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ആ സമയത്ത് ഗേറ്റിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഈ അനുഭാവികൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു നിർണായകമായിട്ടുള്ള കോള് അദ്ദേഹത്തിന് വന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, മല്ലികാർജ്ജുന ഖാർഗെ, പാർട്ടി പ്രസിഡന്റ് തന്നെയായിരുന്നു. ആ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരു വിധത്തിലും പരിഭവിക്കേണ്ട കാര്യമില്ല, സുധാകരന് ഒരു കൃത്യമായ ഒരു പ്ലേസ്മെന്റ്, കൃത്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പരിഗണന എന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന മറ്റു വിവരം. ഈ കണ്ണൂരിൽ ഇതിനകം തന്നെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ടി.ഒ. മോഹനെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റിജിൽ മാക്കുറ്റിയാണ്. റിജിൽ മാക്കുറ്റിയെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ വെച്ചതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏത് പേരുകളും അംഗീകരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എത്രത്തോളമാണ് ഇനി CEC പാസ്സായത്, അതുകൊണ്ട് ഇത് തിരിച്ചുപോക്ക് വേണ്ടി വരുമോ എന്നുള്ള ചില സാങ്കേതിക ഘടകങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു സുധാകരനെ അവഗണിക്കാതെ തന്നെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അത് ഭാവിയിലും തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ദേശീയ നേതൃത്വം അറിയിച്ചത്. ഇതോടുകൂടിയാണ് താൻ പാർട്ടിക്ക് വിധേയനായിട്ട് തന്നെ എന്നും നിലയുറപ്പിക്കും, താൻ വിനീത വിധേയനാണ്, ഒരു പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനാണ്, പാർട്ടിക്കാരെല്ലാവരും എൻ്റെ സ്വന്തമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും സുധാകരൻ വഴങ്ങിയിരിക്കുന്നു. ഇനി മറ്റാരൊക്കെയാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാനാകുമെന്നാണ് പ്രതീക്ഷ. അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങൽ MP ആണ് നിലവിൽ. അദ്ദേഹത്തിന്റെ പേര് ഇന്നുകൂടെ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. കോന്നിയിൽ മത്സരിക്കണമെന്നായിരുന്നു അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. സുധാകരന് ഇളവ് നൽകുകയാണെങ്കിൽ തന്നെയും പരിഗണിക്കണം, തനിക്കും മത്സരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അടൂർ പ്രകാശ് നേതൃത്വത്തെ അറിയിച്ചത്. ഇക്കാര്യം ഹൈക്കമാൻഡിന് കത്തായി തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നിപ്പോൾ അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതായത് കോന്നി മണ്ഡലം തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, സ്വന്തം കുടുംബം പോലെയാണ് എന്നൊക്കെയായിരുന്നു ഈ കുറിപ്പിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിക്കുമെന്ന് കൂടി ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം കോന്നിയിൽ പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ വാർത്തയായതിന് പിന്നാലെ ആ പോസ്റ്റ് അങ്ങ് അപ്രത്യക്ഷമായി. ഏതായാലും അടൂർ പ്രകാശിന് മത്സരിക്കണമെന്ന മോഹത്തിന് ഇതോടുകൂടി തടയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തയാൾ നോക്കാം. അടുത്തയാൾ എൽദോസ് കുന്നപ്പിള്ളിലാണ്. നിലവിൽ പെരുമ്പാവൂരിന്റെ MLA ആണ്. തുടർച്ചയായി 2 തവണ പെരുമ്പാവൂരിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് എൽദോസ് കുന്നപ്പിള്ളിൽ. 2016 മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ 7000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 2021 എത്തുമ്പോൾ 3000 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് എൽദോസ് ഇത്തവണ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇതല്ല, മറിച്ച് എൽദോസ് കുന്നപ്പിള്ളിനെതിരെ ഒരു പീഡന പരാതി നിലനിൽക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് വലിയ തിരിച്ചടികളിലേക്ക് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നപ്പിള്ളിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. പക്ഷേ ഇതിനിടെ തന്നെ ഇന്ന് എൽദോസിന് വേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അതല്ലെങ്കിൽ പിന്നെ സ്വതന്ത്രമായി മത്സരിക്കാനുള്ളൊരു നീക്കമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തയാൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം, സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരുപക്ഷെ ഇന്നലെ വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളാണ്. അദ്ദേഹം LDF-ഉമായി ചർച്ച നടത്തി തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. പക്ഷേ പാണക്കാട് എത്തി അദ്ദേഹം ചർച്ച നടത്തുന്നു. ഒടുവിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് താൻ ലീഗിൽ വിട്ടു പോകുന്നില്ല എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. രാത്രിയോടെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ എന്തായാലും അബ്ദുറഹ്മാൻ രണ്ടത്താണി ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂർ മുഴുവൻ അദ്ദേഹവും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. അടുത്ത
മറ്റൊന്ന് ജി സുധാകരനാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത്. 63 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ UDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷേ ഏതായാലും UDF ഇതുവരെ ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും എതിരാളി ആര് വന്നാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ വന്ന ഒരു പ്രതികരണം. ഒരു കാലത്ത് VS അച്യുതാനന്ദനുമൊപ്പം KR ഗൗരിയമ്മയും വളർന്നു വന്ന അതേ ആലപ്പുഴയുടെ മണ്ണിലെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത്. എന്തും തുറന്നടിച്ചു പറയും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതിന് പിന്നാലെ MLA ആകുന്നു, മന്ത്രിയാകുന്നു, ജനങ്ങൾക്കിടയിൽ പേരെടുത്ത നേതാവ് കൂടിയായി ജി സുധാകരൻ വന്നു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ജി സുധാകരൻ പാർട്ടിയുമായി അകന്നു തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചുള്ള റിപ്പോർട്ട്, എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് പരിശോധിക്കില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ ജി സുധാകരനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. പക്ഷേ അന്ന് മുതലാണ് ജി സുധാകരൻ പാർട്ടിയും തമ്മിലുള്ള ബന്ധം അത് വിച്ഛേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രണ്ട് ദിശയിലേക്ക് പോകുന്ന രീതിയിലേക്കൊക്കെ എത്തുകയും ചെയ്തു. അപ്പം ജി സുധാകരൻ പാർട്ടി വിടുന്ന ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിലൊന്നായിരുന്നു പാർട്ടിയിൽ ഇരട്ടത്താപ്പുണ്ട്, നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടി വിടുകയും ഇന്നിപ്പോൾ UDFന്റെ പിന്തുണയിൽ മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. മറ്റൊരാൾ TK ഗോവിന്ദനാണ്. സ്വന്തം സ്ഥാനാർത്ഥിയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. TK ഗോവിന്ദനും ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. തളിപ്പറമ്പിൽ ആദ്യം CPM പരിഗണിച്ചിരുന്നത് MV ഗോവിന്ദനെയായിരുന്നു. പിന്നീട് N സുകന്യയിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ PK ശ്യാമളയുടെ പേരിലേക്ക് എത്തുകയാണ് തളിപ്പറമ്പിലെ CPM നേതൃത്വം ചെയ്തത്. PK ശ്യാമള നമുക്കറിയാവുന്നതുപോലെ തന്നെ MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഒപ്പം തന്നെ ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സണായിരുന്നു. ആ സമയത്ത് ഈ ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളിലൊക്കെ PK ശ്യാമള പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം TK ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം എന്ന് പറയുന്നത് PK ശ്യാമളെ ഈ ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. PK ശ്യാമള അദ്ദേഹത്തിന്റെ ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഏതായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് TK ഗോവിന്ദൻ എത്തുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരാൾ V കുഞ്ഞികൃഷ്ണനാണ്. അങ്ങനെ CC മുകുന്ദൻ വരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ വിമതസ്വരമുയർത്തി പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്.